നമ്മളപ്പോൾ ദീപണ്ണനെ കാണാൻ വേണ്ടി വന്നേക്കാം മച്ചന്മാരെ. നമ്മൾ ദീപണ്ണ ഇന്ന് ശനിയാഴ്ച 12 മണിയാകുമ്പോൾ ഇവിടെ എത്തിയിട്ടോ. രാവിലെ ഡിസ്ചാർജ് ആയതാണ്. എന്തെങ്കിലുമൊക്കെ ഒന്ന് പറ. നല്ല സുഖമുണ്ട്, നല്ല വേദന ഉണ്ട്. ഞാനിങ്ങനെ ഇരിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു മാസം റെസ്റ്റ് പറഞ്ഞേക്കണം. എന്തോ അതിനങ്ങനെ പേടിയൊന്നും ഉണ്ടായിരുന്നു. അമ്മയും ചേച്ചിയും എന്താക്കുക, അത് അമ്മയ്ക്ക് പിന്നെ എവിടെ പോയാലും കുറേ ചെടി കണ്ടു കഴിഞ്ഞാൽ പിന്നെ ചെടി പറിക്കണം. തമ്പുരുക്കുട്ടി അതാ പട്ടിക്കുട്ടീനെ നോക്കി നിൽക്കണം. അപ്പം ഞാനും അമ്മയും രാവിലെ കുട്ടീനായിട്ട് ഇങ്ങോട്ട് വന്നതാ. ദീപിന്റെ കൈ മുറിവായി. അതാ പെണ്ണ് വണ്ടിയിലൊക്കെ കേറിയിട്ട് മോളെ ഇങ്ങോട്ട് മറിഞ്ഞിട്ട് വീഴും. വിഷ്ണുക്രാന്തി. അപ്പോൾ ദീപണ്ണിൻ്റെ വീട്ടിലൊക്കെ പോയി 2-3 ദിവസം മുന്നേ. നമ്മൾ കഴിഞ്ഞ ശനിയാഴ്ച പോയതാണ്. ഇന്നിപ്പോൾ ചൊവ്വാഴ്ച ആയില്ലേ, 3 ദിവസമായി. 3 ദിവസം മുന്നേ വീടിൻ്റെ അതിൻ്റെ തുടർച്ചയായിട്ട് വീഡിയോ എടുക്കാൻ കുറച്ച് ലൈറ്റൊക്കെ ആയി. പിന്നെ അതിൻ്റെ സാഹചര്യം എത്തി വന്നില്ല. അപ്പോൾ ഇതൊന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സ്റ്റെപ്പിൻ്റെ മേലെ എന്തോ ഒരു സാധനം കിട്ടുന്നുണ്ട്. പൂമ്പാറ്റയാണോ ഒന്ന് പോയി നോക്കട്ടെ. വലിയൊരു പൂമ്പാറ്റ, ആരും കാണാത്ത സൈസ് വലിയ പൂമ്പാറ്റ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താ വലിയ അതിനെന്തോ വണ്ടി എന്തോ കയറിയതായിരുന്നു ചെറുത് കൂടെ ആയിട്ട്. കുറേ നേരമായി പിടക്കുന്നുണ്ട്. എല്ലാവരും പോകുമ്പോൾ നോക്കണുണ്ട്. പക്ഷേ എന്താണ് അങ്ങോട്ട് അറിയില്ലായിരുന്നു. ഇതുണ്ടോ പാവട്ടെ, അതിൻ്റെ ചിറകേ ഒരു സൈഡിലത്തെ ചിറക് മൊത്തം പോയി. ഞാൻ നമുക്ക് റോട്ടിൻ്റെ അവിടെ കുറച്ച് മാറ്റി വെക്കാം. ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് ഇനി റോട്ടിലേക്ക് വെച്ചാൽ അതിന് വല്ല വണ്ടിയും കയറി ചത്ത് പോകും. അതിനെക്കാട്ടില്ല അത് ഇവിടെ ഈ സൈഡിലെ മൊത്തം ചിറക് പോയി. വണ്ടി എന്തോ കയറിയതാണ്. നല്ല രസമുണ്ട് കാണാൻ. ഈ നാഗത്തിൻ്റെയൊക്കെ പുറകിലുണ്ടാവില്ലേ കണ്ണാടി പോലെ, അത് ഷേപ്പ് സാധനം. പക്ഷേ അപ്പുറത്തെ ചിറകില്ലാത്തതുകൊണ്ട് അതിന് ഭംഗി നഷ്ടപ്പെട്ടു. നമ്മുടെ ബൈക്ക് ഇതാണ്ട് അവിടെ കിടക്കണം. ഇതെന്നും രാവിലെയും വൈകുന്നേരം അങ്ങനെ സ്റ്റാർട്ടാക്കി നോക്കും. ഒരാഴ്ചയായിട്ട് വണ്ടി സ്റ്റാർട്ടാകുന്നില്ലായിരുന്നു. പിന്നെ അവിടെ ഒരു ബ്രോ ഉണ്ട് ഇവിടെ വർക്ക്ഷോപ്പ് എടുത്തത്. അപ്പോൾ മൂപ്പരെ കൊണ്ടുവന്നിട്ട് വണ്ടി ഒന്ന് സെറ്റ്. അവരാരെങ്കിലും വന്നപ്പോൾ വണ്ടിക്ക് ഒരു കുഴപ്പമില്ല, വണ്ടി സ്റ്റാർട്ടായി. കിക്കർ ചവിട്ടാൻ പറ്റില്ല. അതുകൊണ്ടാണ് പിന്നെ മൂപ്പരെ വിളിച്ചത്. കോഴി കരയി കേട്ടോ. കൊത്തുകൂടി അതിലൊരു പൂവനുണ്ടാകും. നോമ്പ് കഴിഞ്ഞിട്ടാണ് അതിനെ ശരിപ്പെടുത്തുക. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ ലൈക്കും സബ്ബൊക്കെ സെറ്റാക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ. പിന്നെ ഒരു കാര്യം, ദീപണ്ണിന് ഇനി ഈ തിങ്കളാഴ്ച സ്റ്റിച്ച് എടുക്കാൻ പോകണം. അത് കഴിഞ്ഞിട്ട് ബാക്കി അപ്ഡേഷൻസൊക്കെ. പിന്നെ നമുക്ക് രണ്ട് പേര് മയിൽപ്രാവിനെ കിട്ടിയിട്ടുണ്ട്. അത് നമ്മളൊരു കൂട്ടുകാരൻ തന്നെ ഞാൻ വേണമെന്ന് പറഞ്ഞിട്ട് മയിൽപ്രാവിനെ കിട്ടുകയാണെങ്കിൽ 2 ജോഡിനെ തരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നിന് കൂടാക്കി മറ്റേതൊന്നും കൂട് സെറ്റാക്കി അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 കൂട്ടിലാക്കണം, ഒന്നിന് തുറന്ന് വിടണം. കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം.